കൊച്ചി കോർപ്പറേഷനിലെ കൈക്കൂലിക്കാരായ മറ്റുദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ വിജിലൻസിന് കൈമാറി അറസ്റ്റിലായ സ്വപ്ന. കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരിലും ഹെൽത്ത് ഇൻസ്പെക്ടർമാരിലും നിരവധി കൈക്കൂലിക്കാരുണ്ടെന്നാണ് സ്വപ്നയുടെ മൊഴി. സ്വപ്നയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വിജിലൻസ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, അങ്ങനെ ഇപ്പം ഞാൻ മാത്രം അകത്ത് പോകേണ്ട, കൂടെ കൈക്കൂലി വാങ്ങിയിരുന്നവരും പിടിയിലാകട്ടെ, ഏറ്റവും കുറച്ച് കൈക്കൂലി വാങ്ങുന്നത് ഞാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് സ്വപ്ന. ഏതായാലും അഴിമതിയുടെ വലിയൊരു കഥ പുറത്തു വരും, അതുറപ്പാണ് അല്ലേ? കൃഷ്ണ, കൊച്ചി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് നമുക്കറിയാം വ്യാവസായിക നഗരം കൂടിയാണ് കൊച്ചി. ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വിവിധ കാര്യങ്ങൾക്കുള്ള കോർപ്പറേഷനിൽ നിന്നുള്ള അനുമതി, ആ അനുമതി നേടിയെടുക്കുന്നതിന് കൈക്കൂലി നൽകണം, അത് നിർബന്ധമാണ് എന്ന ഒരു സാഹചര്യം തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വൈറ്റ് ലൈനിൽ നിർമ്മാണം നടത്തി അതിൻ്റെ പെർമിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു നിലയ്ക്ക് 5000 രൂപ എന്ന കണക്കിന് കൈക്കൂലി ചോദിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രിയ പിടിയിലാവുന്നത്. ഇതിൻ്റെ തുടർ നടപടി എന്ന നിലയിലുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഈ ചോദ്യം ചെയ്യലിൽ താൻ മാത്രമല്ല കൈക്കൂലി വാങ്ങുന്നത്, തന്നേക്കാൾ കൂടുതൽ തുക മാസം സമ്പാദിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രിയ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നത്. അത്തരത്തിൽ വിജിലൻസ് ഇപ്പോൾ അത്തരം ആൾക്കാരിലേക്ക് കൂടി അന്വേഷണം നീട്ടുകയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ പ്രിയയുടെ സ്വത്ത് സമ്പാദനം സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രിയ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അടക്കമുള്ളവർ വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നതാണ്. അതിൽ ആ വിവരം നൽകുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ വിജിലൻസിൻ്റെ തന്നെ സംശയ ദൃഷ്ടിയിലുള്ള അല്ലെങ്കിൽ അത്തരം സംശയത്തിൻ്റെ നിരീക്ഷണത്തിൽ ഉള്ള ആ പട്ടികയിൽ പെടുന്നവർ തന്നെയാണ് പ്രിയ നൽകിയിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് അറിയുന്നത്. ഇപ്പോൾ പ്രിയ നൽകിയിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റുകളെല്ലാം തന്നെ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ അനധികൃതമായി ഇല്ലെങ്കിൽ നിയമപരമായി നൽകാൻ പാടില്ലാത്തവർക്ക് നൽകിയിട്ടുണ്ടോ എന്നതടക്കമാണ് പരിശോധിക്കുന്നത്. ആ രീതിയിലുള്ള പരിശോധനയ്ക്കും കൂടി ശേഷം മാത്രമാകും കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുക എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയയുടെ ഉടമസ്ഥതയിലുള്ള വീടിലും ഭർത്താവിൻ്റെ വീടിലും എല്ലാം തന്നെ പരിശോധനകൾ നടന്നിരുന്നു. ഇതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിൽ കൃത്യമായും ഈ പ്രിയയെ പൂർണ്ണമായും പൂട്ടാനുള്ള പഴുതുകൾ അടച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. കൃഷ്ണരാജ്, സ്വപ്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. സ്ഥിരമായി കൈക്കൂലി വാങ്ങുന്ന ആൾക്കാർ വേറെയുമുണ്ട്, അവരെ കൂടി പിടിക്കൂ എന്ന് മൊഴി നൽകുന്നു. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.